നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്ന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസർ സ്വന്തമാക്കിയത്. അത് വലിയ ഒരു മാറ്റത്തിനാണ് തുടക്കം കുറിച്ചത്. പിന്നീട് നിരവധി സൂപ്പർ താരങ്ങളെ യൂറോപ്പിൽ നിന്നും സ്വന്തമാക്കാൻ സൗദി അറേബ്യക്ക് സാധിക്കുകയായിരുന്നു. ഇന്ന് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന ഒരു ലീഗായി മാറാൻ സൗദി അറേബ്യൻ പ്രൊഫഷണൽ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇപ്പോൾ സീസണിൻ്റെ പകുതിയോളം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, അൽ ഹിലാൽ കിരീടത്തിലേക്ക് കുതിക്കുകയാണ്. തൊട്ടുപിറകിൽ അൽ നസർ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലബ്ബുകളും മികച്ച പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും ഈ സീസൺ ഇതുവരെയുള്ള പ്രകടനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് goal.com ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് സൗദി അറേബ്യയിലെ വിന്നേഴ്സിൻ്റെയും ലൂസേഴ്സിൻ്റെയും ലിസ്റ്റാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. ആരൊക്കെയാണ് വിജയകരമായി ഇതുവരെ ഈ സീസൺ പൂർത്തിയാക്കിയിട്ടുള്ളത്, ആരൊക്കെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത് എന്നതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. വിന്നറായിക്കൊണ്ട് ആദ്യം വരുന്നത് മറ്റാരുമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. മാസ്മരിക പ്രകടനമാണ് ഈ പ്രായത്തിലും അദ്ദേഹം ഈ സീസണിൽ പുറത്തെടുക്കുന്നത്. ആകെ കളിച്ച 18 ലീഗ് മത്സരങ്ങളിൽ നിന്ന് 20 ഗോളുകളും 9 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ സീസണിൽ സൗദി അറേബ്യയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതേസമയം ലൂസറായിക്കൊണ്ട് വരുന്നത് നെയ്മർ ജൂനിയർ ആണ്. നമുക്കറിയാം, 90 മില്യൺ യൂറോ നൽകിക്കൊണ്ടായിരുന്നു അൽ ഹിലാൽ നെയ്മറെ സ്വന്തമാക്കിയത്. വളരെ തുച്ഛമായ മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം ലീഗിൽ കളിച്ചിട്ടുള്ളത്. 3 മത്സരങ്ങൾ കളിച്ചു. അതിൽ നിന്ന് 2 അസിസ്റ്റുകളാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. പിന്നീട് പരിക്ക് മൂലം അദ്ദേഹം പുറത്തിരിക്കുകയാണ്. ഈ സീസൺ അദ്ദേഹത്തിന് മുഴുവനായും നഷ്ടമാകും. തൻ്റെ ടീമിന് യാതൊന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ലൂസറായിക്കൊണ്ട് ഇപ്പോൾ goal.com തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അൽ ഹിലാലിൻ്റെ മറ്റുള്ള സൈനിങ്ങുകളെയെല്ലാം ഇപ്പോൾ വിന്നറായിക്കൊണ്ടാണ് goal.com തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതായത് മികച്ച പ്രകടനം അൽ ഹിലാൽ നടത്തുന്നു. അവരുടെ ഗോൾ കീപ്പറായ യാസിൻ ബോനോ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സാവിച്ച്, മിട്രോവിച്ച്, മാൽക്കം ഇവരൊക്കെ മികച്ച രൂപത്തിൽ കളിക്കുന്നു. മിട്രോവിച്ച് 17 ഗോളുകൾ ഇപ്പോൾ ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. മാൽക്കത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 9 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ അൽ ഹിലാലിൻ്റെ സൂപ്പർ താരങ്ങൾ എല്ലാവരും മികച്ച പ്രകടനം നടത്തുന്നു. ഇനി മറ്റൊരു ലൂസർ ആയിക്കൊണ്ട് വരുന്നത് കരീം ബെൻസിമയാണ്. അദ്ദേഹം 15 ലീഗ് മത്സരങ്ങൾ കളിച്ചു. അതിൽ നിന്ന് 9 ഗോളുകളും 5 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതൊരു മോശം കണക്കൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ അൽ ഇത്തിഹാദ് വളരെ മോശം പ്രകടനമാണ് നടത്തുന്നത്. മാത്രമല്ല, സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലും ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിലും ബെൻസിമയ്ക്ക് ഇപ്പോൾ വിമർശനങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഈ ഒരു പ്രതിസന്ധി പരിഗണിച്ചുകൊണ്ടാണ് goal.com അദ്ദേഹത്തെ ലൂസറായിക്കൊണ്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ലൂസറായിക്കൊണ്ട് വരുന്നത് സ്റ്റീവൻ ജെറാർഡാണ്. അൽ ഇത്തിഫാക്കിൻ്റെ പരിശീലകനാണ് അദ്ദേഹം. വളരെ മോശം പ്രകടനമാണ് അദ്ദേഹത്തിന് കീഴിൽ അൽ ഇത്തിഫാക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിന്നറായിക്കൊണ്ട് അൽ അഹ്ലി വരുന്നു. മികച്ച പ്രകടനം അവർ ഇപ്പോൾ നടത്തുന്നു. ലീഗിൽ പോയിന്റ് പട്ടികയിൽ മുൻ നിരയിൽ തന്നെ അവരുണ്ട്. അവരുടെ താരങ്ങളെല്ലാവരും തന്നെ വളരെ മികച്ച രൂപത്തിൽ പ്രകടനം നടത്തുന്നു എന്ന് പറയുമ്പോഴും ലൂസറായിക്കൊണ്ട് അവിടെ റോബർട്ട് ഫിർമിനോയുണ്ട്. അദ്ദേഹം ആദ്യ മത്സരത്തിൽ തന്നെ 3 ഗോളുകൾ നേടിയിരുന്നു. പക്ഷേ പിന്നീട് ഗോൾ അടിക്കാൻ കഴിയാത്ത ഒരു റോബർട്ടോ ഫിർമിനോയെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അദ്ദേഹം സൗദി അറേബ്യ വിട്ടേക്കും, അല്ലെങ്കിൽ അൽ അഹ്ലി വിട്ടേക്കും എന്നുള്ള റൂമറുകളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിന്നറായിക്കൊണ്ട് അൽ താവൂൻ വരുന്നു. വലിയ ഒരു താരനിരയെ അവകാശപ്പെടാൻ അൽ താവൂനില്ല. പക്ഷെ മികച്ച പ്രകടനമാണ് സൗദി അറേബ്യൻ ലീഗിൽ അവർ നടത്തുന്നത്. അതുപോലെ തന്നെ ലൂസറായിക്കൊണ്ട് അൽ ഷബാബ് വരുന്നു. ആ ഒരു പ്രതാപത്തിനൊത്ത പ്രകടനം പുറത്തെടുക്കാൻ അൽ ഷബാബിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ലൂസറായിക്കൊണ്ട് റോബർട്ടോ മാൻസിനി, സൗദി അറേബ്യയുടെ പരിശീലകനായ റോബർട്ടോ മാൻസിനിയെ കൂടി അവർ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് goal.comൻ്റെ ഒരു വിലയിരുത്തൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.